തിരുവനന്തപുരം വട്ടിയൂർക്കാവിലെ UDF സ്ഥാനാർത്ഥി കെ മുരളീധരൻ കൊളുത്തിവിട്ട ഡീൽ ആരോപണത്തിൽ തിരുവനന്തപുരത്തെ മണ്ഡലങ്ങളിൽ രാഷ്ട്രീയ ചർച്ച. കെ മുരളീധരന് പരാജയ ഭീതി കൊണ്ടുള്ള പരിഭ്രമമെന്ന് വട്ടിയൂർക്കാവിലെ LDF സ്ഥാനാർത്ഥി VK പ്രശാന്ത് പ്രതികരിച്ചു. അതേസമയം അരുവിക്കര തിരുവനന്തപുരം ഡീൽ എന്ന ആന്റണി രാജുവിന്റെ ആരോപണത്തിൽ വിമർശനവുമായി UDF നേതാക്കളും രംഗത്ത് വന്നിട്ടുണ്ട്. വട്ടിയൂർക്കാവിൽ CPM BJP ഡീൽ എന്ന കെ മുരളീധരന്റെ പ്രതികരണമായിരുന്നു ചർച്ചകളുടെ തുടക്കം. അസംബന്ധമെന്ന് വട്ടിയൂർക്കാവിലെ NDA സ്ഥാനാർത്ഥി R ശ്രീലേഖ പ്രതികരിച്ചപ്പോൾ VK പ്രശാന്ത് കെ മുരളീധരനെ കടന്നാക്രമിച്ചു. അപ്പോൾ ഈ പ്രസ്താവനയുടെ പിന്നിൽ അദ്ദേഹം പരാജയ ഭീതിയിലാണ്ടോ എന്നുള്ള ഒരു സംശയം എനിക്കുണ്ട്. ഇതിനിടയിൽ തിരുവനന്തപുരം മണ്ഡലത്തിലും ഡീലുണ്ടെന്ന് കെ മുരളീധരൻ പറഞ്ഞു വെച്ചിരുന്നു. ഇന്നലെ തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലത്തിലെ തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ യോഗത്തിൽ MLA ആയിരുന്ന ആന്റണി രാജുവാണ് കെ മുരളീധരന് മറുപടി നൽകിയത്. യഥാർത്ഥ ഡീൽ കോൺഗ്രസും BJPയും തമ്മിലാണെന്നും അരുവിക്കരയും തിരുവനന്തപുരവുമാണ് ഡീൽ മണ്ഡലങ്ങളെന്നും ആന്റണി രാജു തിരിച്ചടിച്ചിരുന്നു. എന്നാൽ ആന്റണി രാജുവിന് മറുപടിയുമായി കോൺഗ്രസ് നേതാക്കൾ രംഗത്തെത്തി. ഞാൻ പറയുന്നതിന് ഒരു പ്രാധാന്യം കൊടുക്കരുത്. കാരണം തൊണ്ടി മുതൽ അത് എന്താ മുതൽ ഞാൻ പറയുന്നില്ല, അത് അടിച്ചു മാറ്റിയേ വിൽക്കുക. ആന്റണി രാജു 2-3 ദിവസം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഇറങ്ങിയില്ല. അപ്പോൾ ഇറങ്ങിയപ്പോൾ എന്തെങ്കിലും ശ്രദ്ധിക്കപ്പെടണ്ടേ ആളുകൾ? അപ്പോൾ അതുകൊണ്ട് ആന്റണി രാജു പറയുകയാണ് 5 വർഷക്കാലം ആന്റണി രാജയുടെ ഒന്നും ചെയ്തിട്ടില്ല. ഡീൽ വിവാദത്തിന് കാര്യമായ പ്രാധാന്യം കൊടുക്കേണ്ടതില്ലെന്നാണ് BJP സ്ഥാനാർത്ഥികളുടെ നിലപാട്. ശുദ്ധ അസംബന്ധം, അതേ ഉള്ളൂ എൻ്റെ പ്രതികരണം. തിരുവനന്തപുരം സെൻട്രലിൽ ഒരു ഡീലിൻ്റെ ആവശ്യമില്ല. തിരുവനന്തപുരം നിയോജക മണ്ഡലത്തിൽ BJPക്ക് ജയിക്കാൻ ഒരു ഡീലിൻ്റെ ആവശ്യമില്ല. നേമവും വട്ടിയൂർക്കാവും കടന്ന് കൂടുതൽ മണ്ഡലങ്ങളിലേക്ക് ഡീൽ വിവാദം പടരുന്നതാണ് തിരുവനന്തപുരത്തെ തിരഞ്ഞെടുപ്പ് കാഴ്ച. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.